പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ ബൈബിൾ സ്റ്റഡിയുമായിട്ട് വരുവാൻ ദൈവം അനുവദിച്ചതായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ബൈബിൾ സ്റ്റഡി അത് ദൈവത്തെ അറിയുക എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ഓക്കെ, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്ന ആ വിഷയത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ പല കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ സ്വഭാവങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രകൃതിയെക്കുറിച്ച്, ദൈവത്തിന്റെ എക്സിസ്റ്റൻസിന്റെ രീതിയെക്കുറിച്ചൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതിൽ നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, അതായത് ദൈവത്തിന്റെ നേച്ചർ ആസ് എ പേഴ്സൺ, ദൈവത്തിന്റെ ആ വ്യക്തിത്വം എന്നുള്ള രീതിയിൽ അതെങ്ങനെയാണ് ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ കാര്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ആദ്യം പഠിച്ചു. ദൈവത്തെ ഗോഡ്സ് നേച്ചർ എന്നുള്ള രീതിയിൽ. രണ്ടാമത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് ആണ്, അതായത് ദൈവത്തിന്റെ സവിശേഷതകൾ. അതിനെക്കുറിച്ചും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ ദൈവം സ്വയംഭൂവായിട്ടുള്ളത്, സെൽഫ് എക്സിസ്റ്റന്റ് ആണ്, പിന്നെ സെൽഫ് സഫിഷ്യന്റ് ആണ്, ആത്മനിർഭരമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ദൈവം ശാശ്വതമാണ്. കാരണം ഇറ്റേണിറ്റി പാസ്റ്റും ഇറ്റേണിറ്റി ഫ്യൂച്ചറും ഒക്കെ ഉള്ള ഒരാളുണ്ടെങ്കിൽ, ശാശ്വതമായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ദൈവം മാത്രമേ ഉള്ളൂ. അന്തമില്ലാത്ത, തുടക്കവും അവസാനവും ഇല്ലാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ദൈവം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു ദൈവത്തിന്റെ പ്രത്യേകതകളാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ഗോഡ് ഈസ് ഇൻഫൈനൈറ്റ്. ദൈവം എന്ന് പറയുന്നത് അനന്തമാണ്. അനന്തം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം, ദൈവത്തെ നമുക്ക് ഒരിക്കലും നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും നമുക്കത് ഒരിടത്ത് ദൈവത്തെ നമുക്ക് മന്ദിരങ്ങളിലൊന്നും ഒതുക്കി നിർത്താൻ പറ്റാത്തതുപോലെ തന്നെ ദൈവത്തെ നമ്മുടെ മനസ്സിൽ പോലും, നമ്മുടെ മനസ്സിൽ നല്ല വിശാലതയുണ്ട്, മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും എന്നാലും നമുക്ക് ദൈവത്തെ അത്രമാത്രം മനസ്സിലാക്കാനുള്ള അതില്ല. ആ മനസ്സിന് അത്രയ്ക്കുള്ള കഴിവൊന്നുമില്ല. അപ്പൊ ഹി കനോട്ട് ബി കണ്ടെയ്ൻഡ് even on air, in the space, or even in our mind. That is a very important thing. Okay, അതാണ് ഗോഡ് ഈസ് ഇൻഫൈനൈറ്റ് എന്നുള്ളത് നമ്മൾ വായിച്ചത്. പിന്നെ അടുത്തത് ഗോഡ് ഈസ് ഓംനി പ്രസന്റ്, സർവ്വവ്യാപിയാണ് ദൈവം. ആ സർവ്വവ്യാപി എന്നുള്ളതിന്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സർവ്വവ്യാപി എന്നുള്ളതിന്റെ പല തെറ്റായ ഒരു ചിന്താഗതികളൊക്കെ ഉണ്ട്. ഇങ്ങനെ വായു പോലെ ഇങ്ങനെ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഒരു ശക്തിയാണ് ദൈവം, അങ്ങനെയുള്ളതൊന്നുമല്ല. പിന്നെ നമ്മളിവിടെ ഉണ്ടോ, അത് ഏത് സ്ഥലത്തായാലും, അവിടെ ആകാശത്തിലായാലും ഭൂമിയിലായാലും സ്വർഗത്തിലായാലും എവിടെ ആയാലും നരകത്തിലായാലും ശരി, ബൈ ചാൻസ് നമ്മൾ അവിടെ താമസിക്കാനല്ല, ഏതെങ്കിലും ഒരു കാരണവശാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനില്ല. എന്നാൽ എവിടെ പോയാലും ദൈവമക്കളുണ്ടോ അവിടെ ഉണ്ടോ, ദൈവത്തിന്റെ കുഞ്ഞുങ്ങളുണ്ടോ അവിടെ ദൈവം ഉണ്ടായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ഓംനി പ്രസന്റ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം 6-ാമതായിട്ട് വായിച്ചത് ഗോഡ് ഈസ് ഓംനി പൊട്ടന്റ്. ദൈവം സർവശക്തരാണ്, ദൈവത്താൽ കഴിയാത്തതായിട്ടുള്ള യാതൊന്നുമില്ല. അതും പലപ്പോഴും മനുഷ്യർ ആ സത്യത്തെ, ആ ഒരു ദൈവത്തിന്റെ സ്വഭാവത്തെ നമ്മൾ തെറ്റായ രീതിയിൽ കൂടെ കാണാറുണ്ട്. തെറ്റായെന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് അങ്ങനെ ഒരു തെറ്റെന്നുള്ളതല്ല, വേണ്ട രീതിയിൽ അതിനെ മനസ്സിലാക്കാത്തത് കൊണ്ട് മാത്രം നമ്മൾ അങ്ങനെ തെറ്റായെന്നുള്ളത് പറയുന്നുള്ളൂ. കുറച്ചുകൂടെ അതിനെ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോഡ് ഈസ് ഓംനിസെന്റ്. ഇംഗ്ലീഷിൽ ഓംനിസെന്റ്, SENT, OMNISCENT, ഓംനിസെന്റ് എന്ന് പറഞ്ഞാല് സർവജ്ഞാനി, സർവജ്ഞാനം, ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ അറിവ്. ഓക്കെ, ദൈവത്തിന്റെ സർവ്വജ്ഞാനം, അതായത് ദൈവത്തെ പോലെ അറിവുള്ള ജ്ഞാനം, അത് എല്ലാ തരത്തിലും, അതായത് നമ്മളെക്കുറിച്ചുള്ള അറിവോ, ലോകത്തെക്കുറിച്ചുള്ള അറിവോ, സൃഷ്ടിയെക്കുറിച്ചുള്ള അറിവോ, ഇനി അതുപോലെ അവിടെയൊക്കെ വരുന്ന ഫ്യൂച്ചറിനെ കുറിച്ചുള്ള സയൻസോ ശാസ്ത്രങ്ങളോ, ഇതെല്ലാം ഏത് തരത്തിലുള്ള കാര്യമാണെങ്കിലും അതിൽ ദൈവത്തിന്റെ അറിവ് അപ്രമേയമാണ്. ഓക്കെ, അതിന് തുല്യമായിട്ട് നമുക്ക് ഒരു തരത്തിലുള്ള ശക്തിക്കോ, ഈവൻ ദ ലേറ്റസ്റ്റ് സൊഫിസ്റ്റിക്കേറ്റഡ് കമ്പ്യൂട്ടറോ, അതിനകത്ത് എന്തെല്ലാം നമ്മൾ ഫീഡ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാലും ഇറ്റ് ക്യാൻ നെവർ കം നിയർ ടു ഗോഡ്. ഓക്കെ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞാൽ. പല ഏരിയകളുണ്ട് സർവ്വജ്ഞാനത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ. വ്യക്തിപരമായിട്ട് നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചുള്ളതുണ്ട്, പിന്നെ അതുപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നുള്ളത്, നമ്മളെക്കുറിച്ച് തന്നെ നമുക്കറിയത്തില്ലല്ലോ. അതുപോലെയുള്ള ചില കാര്യങ്ങൾക്ക് അതും ദൈവത്തിനറിയാം. നമ്മൾ അടുത്ത ക്ഷണത്തിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ, പക്ഷേ ദൈവത്തിനറിയാം. നമുക്കറിയാമല്ലോ, പത്രോസ് തള്ളി പറയുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിനറിയാം
പത്രോസ് തള്ളി പറയുന്നത്. അതുപോലെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് അറിയാം. ഓക്കെ, അങ്ങനെയുള്ള അറിവുകൊണ്ട് പിന്നെ അതുപോലെ വേറെ എന്ത് പറയുന്നത്, നമ്മുടെ ഈ ലോകത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച്, സൃഷ്ടിച്ച ദൈവമാണല്ലോ, അതിന്റെ പിന്നിൽ ദൈവം പ്രവർത്തിച്ച തന്റെ ജ്ഞാനം അനുസരിച്ചാണ്. അതിനകത്ത് സയൻസ് ഉണ്ട്, മറ്റു പല കാര്യങ്ങളുണ്ട് അല്ലെ. മീൻസ് നമ്മുടെ അസ്ട്രോണമയുണ്ട്, അതുപോലെ നമ്മുടെ സൃഷ്ടികളെ ജീവജാലങ്ങളെയും മനുഷ്യനെയൊക്കെ സൃഷ്ടിച്ചപ്പോൾ അതിന്റെ ഓരോന്നിന്റെ അനാറ്റമി ഉണ്ട്. ഇതെല്ലാത്തിന്റെയും ജ്ഞാനം, ഇതിന്റെ ഈവൻ എന്താ പറയുന്ന അട്രാക്ഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇതെല്ലാം എന്തെല്ലാം നിയമങ്ങൾ നമ്മൾ ഈ ഭൂമിയിൽ ഏത് ഏരിയയിൽ കാണുന്നെങ്കിലും അതെല്ലാം ദൈവത്തിൽ നിന്ന് വന്നതല്ലേ. പലപ്പോഴും വലിയ ബുദ്ധിമാന്മാരെന്ന് പറയുന്ന ആൾക്കാർക്ക് പറ്റുന്നത് അവരുടെ ബുദ്ധിയിലൂടെ, അവരുടെ അറിവിലൂടെ, അവർ സയൻസിലൂടെ ദൈവത്തെ കാണാൻ ശ്രമിക്കുക. ആ സയൻസിലൂടെയും അവരുടെ ജ്ഞാനത്തിലൂടെയും ഒക്കെ ദൈവത്തെ കാണാൻ, ദൈവത്തെ അളക്കാനാണ് ശ്രമിക്കുക, ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് അവർക്ക് തെറ്റിപ്പോകുന്നത്. കാരണം സയൻസ് ഇതെല്ലാം സൃഷ്ടിച്ച ദൈവമല്ലേ, ദൈവത്തിൽ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സയൻസിനെയും ശാസ്ത്രത്തെയും ഒക്കെ കാണേണ്ടത്. ഓക്കെ, അതാണ് ഇന്നത്തെ ഈ ദിവസങ്ങളിലുള്ള ബൈബിൾ സ്റ്റഡിയിൽ ചില കാര്യങ്ങൾ നിങ്ങളെ സൂചിപ്പിക്കാനായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതില് നമുക്കൊരു വാക്യം ഇന്ന് ആദ്യം നമ്മൾ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ ആദ്യം തുടങ്ങാം. അതൊന്ന് നമുക്കൊരു അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതില് നമുക്ക് സങ്കീർത്തനങ്ങൾ 139 വരാം. സങ്കീർത്തനങ്ങൾ 139 7ഉം 8ഉം വാക്യങ്ങളൊന്ന് നമുക്ക് തുടക്കത്തിലൊന്ന് എടുക്കാം. സങ്കീർത്തനങ്ങൾ 139 139 7, 8. ഓക്കെ, എടുത്തു ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. നിന്റെ ആത്മാവിനെ ഒളിച്ച്, നിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബൈബിൾ സ്റ്റഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ ആത്മാവ് എന്ന് പറയുന്നതാണ് ആക്ച്വലി ആ വ്യക്തിയുടെ വ്യക്തിയല്ല, പുറമേയുള്ള ശരീരമൊന്നുമല്ല. ആ വ്യക്തിയുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിത്വം ഉള്ളത് ആത്മാവിനാണുള്ളത്. അപ്പൊ അതുകൊണ്ട് നിന്റെ ആത്മാവിനെ ഒളിച്ചെന്ന് പറഞ്ഞാൽ നിന്നെ ഒളിച്ചെന്ന് തന്നെയാണ് അർത്ഥം, അല്ലെങ്കിൽ ദൈവത്തെ ഒളിച്ചെന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? ഇത് ദാവീദിന്റെ അറിവാണേ. ദാവീദിന്റെ അറിവെന്ന് പറയുമ്പോൾ അത് എഴുതിയിരിക്കുന്നത് നമ്മളുടെ കൂടെ ആ രീതിയിലുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. ദൈവത്തെ ഒളിച്ച് ദാവീദിനും പോകാൻ പറ്റത്തില്ല, നിങ്ങൾക്കും പോകാൻ പറ്റത്തില്ല, എനിക്കും പോകാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒളിച്ചു കളിക്കുന്നു എന്നുള്ള ഒരു അർത്ഥത്തിലല്ല, മറിച്ച് നീ എവിടെ പോയാലും, നമ്മൾ എവിടെ പോയാലും അവിടെ എല്ലാം ദൈവം നമ്മളെ കാണും, ദൈവം നമ്മുടെ കൂടെയുണ്ട്. എന്നിട്ട് നമുക്കറിയാമല്ലോ, ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുമുണ്ട്. അപ്പൊ ദൈവത്തിന്റെ നമ്മളെ ഒരു വായു ചുറ്റിയിരിക്കുന്നത് പോലെ ദൈവം നമ്മളെ ചുറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുന്ന റിലേഷൻ, അങ്ങനെ ഒരു ഡീപ്പ് അറ്റാച്ച്മെന്റ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചപ്പോൾ. ഓക്കെ, അതിൽ നിന്ന് അത് രക്ഷപ്പെടണം എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് സെൻസിലല്ല പറയുന്നത്. ചുമ്മാ ഒരല്പസമയത്തേക്കെങ്കിലും ഒന്ന് ദൈവത്തിന്റെ കണ്ണ് വെട്ടിച്ച് എങ്ങോട്ടെങ്കിലും പോവാന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല, അത് നടക്കത്തില്ല. കാരണം ദൈവത്തിന്റെ കണ്ണിൽ നിന്ന് നമുക്ക് ഒരിടത്തും മാറിപ്പോകാൻ പറ്റത്തില്ല. ഇപ്പൊ ചിലപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, എന്നിട്ട് അടുത്ത് എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചാൽ തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും, എങ്ങോട്ട് പോകാനാ? ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഏദൻ തോട്ടത്തില് ഹവ്വയെ പാപം ചെയ്തപ്പോൾ അല്ലെ, അപ്പോ കർത്താവ് അതിന്റെ വെയിലാറിയപ്പോൾ ദൈവം ഏദൻ തോട്ടത്തിൽ വന്നു. എന്നിട്ട് അവിടെ ചോദിച്ചു, ആദമേ നീ എവിടെ? അല്ലെ, ഞാൻ ഇവിടെ, നിനക്ക് എന്ത് വരും, നിനക്ക് എവിടെ? അപ്പൊ നമ്മൾ ചിലരൊക്കെ ബുദ്ധിമാന്മാരായിട്ടുള്ളവരൊക്കെ നമ്മൾ അറിയാമല്ലോ, ക്രിറ്റിസൈസിങ് മെന്റാലിറ്റി ഉള്ളവരൊക്കെ ചോദിക്കും, ദൈവത്തിനെല്ലാം അറിയാമെങ്കിൽ പിന്നെ ആദം എവിടെയാണെന്ന് അറിയാൻ വയ്യാന്ന്. അതാണോ ആ ചോദ്യത്തിന്റെ ഉത്തരം? അതാണോ ആ ചോദ്യത്തിന്? ദൈവത്തിന് അറിഞ്ഞൂടെ ആദം എവിടെയാന്ന്? ദൈവത്തിന് എന്ത് പറ്റിയെന്നും അറിയത്തില്ലേ? അറിയാം. പക്ഷെ ചോദിച്ചത്, നിനക്ക് എന്ത് പറ്റി, നിനക്കിത് എന്താണ് ഇങ്ങനെ സംഭവിച്ചത്, നീ എങ്ങനെ ഏദൻ തോട്ടത്തിന് വെളിയിൽ പോയി, എന്താ പറ്റിയത്, നിനക്കിത് എവിടാ? നീ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുന്ന ചോദ്യമല്ല, മറിച്ച് ആ മനസ്സിന്റെ ദുഃഖത്തിൽ നിന്നും, ആ ദൈവത്തെക്കാൾ ഉപരി മറ്റുള്ള വചനം കേട്ട് അവന് നഷ്ടപ്പെട്ട ആ ഒരു വിഷമത്തിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ ആ ഒരു വിഷമം കൊണ്ട് ചോദിക്കുന്ന ചോദ്യം എന്നുള്ളതല്ലാതെ ദൈവത്തിന്റെ അറിവിന് വെളിയിൽ പോയി എന്നല്ല അതിനെ അർത്ഥമാക്കണ്ടേ. ഓക്കെ, മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം നീ എവിടെയെന്ന് ചോദിച്ചത് അറിവില്ലായ്മയിൽ നിന്നുള്ളതല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും അതാണ് ആ ദാവീദിന്റെ അർത്ഥം. ഓക്കെ, സോ
നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് പോകും? ഇത് നമുക്ക് നല്ലൊരു അറിവുണ്ടായിരിക്കണം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ ഞായറാഴ്ച സൺഡേയിൽ വരും, ഞായറാഴ്ചയുള്ള ആരാധനയ്ക്ക് വരുമ്പോഴും, അല്ലെ കോട്ടേജ് മീറ്റിങ്ങിന് വരുമ്പോഴും, അല്ലെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ഒക്കെ മാത്രമേ ദൈവം എന്നെ കാണുന്നുള്ളൂ, അന്നേരം മാത്രമേ ദൈവം എന്നോട് കൂടെയുള്ളൂ എന്ന് അങ്ങനെ ചിലപ്പോൾ നമ്മളറിയാം. എന്നാൽ പോലും നമ്മൾ അവിടെ മാത്രമേ ദൈവം കാണുന്നു എന്നുള്ള ഒരു 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 രീതി നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങള് ചില സമയങ്ങളിൽ നമ്മൾ ദൈവം കൂടെ ഉണ്ടെന്നുള്ളതൊക്കെ മറന്ന് ചിലപ്പോൾ നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ആ ഒരു ട്രൂത്തിനെ നമ്മൾ അന്നേരം കൺസിഡർ ചെയ്തില്ലെന്നിരിക്കിൽ പോലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ഓക്കെ, നമ്മൾ പല കാര്യങ്ങൾ കാണുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഒക്കെ ശരി, അതാണല്ലോ നമ്മൾ കാണുന്നില്ല. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ കണ്ണിനെ പ്രത്യേകം ശ്രദ്ധിക്കാറുമുണ്ട്. കണ്ണിനെ പക്ഷേ എപ്പോഴും നമ്മൾ കണ്ണിനെ ശ്രദ്ധിക്കാറൊന്നുമില്ല. എങ്കിലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും എന്താ, കണ്ണ് അതിന്റെ ജോലി ചെയ്യുന്നുണ്ട്, കണ്ണ് കാണുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല. എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ദൈവത്തെ ഓർത്താലും ദൈവത്തെ ശ്രദ്ധിച്ചാലും അല്ലെങ്കിൽ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ബോധം ഒരുപക്ഷെ കുറച്ച് സമയത്തേക്ക് വായിക്കഴിഞ്ഞാലും ദൈവം തന്റെ പ്രവർത്തിയിൽ നിന്ന് മാറത്തില്ല. ദൈവം നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഐ തിങ്ക് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ദൈവത്തെ ഒളിച്ച് നമുക്ക് ഒരിടത്ത് പോകാൻ പറ്റത്തില്ല. അതാ ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. പിന്നെ ഈ ഒരു സത്യം ചിലർക്ക് ഭയമാ. കാരണം എന്നറിയോ, പാപം ചെയ്യാനും ലോകത്തിന്റെ രീതിയിൽ പോകാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ ചെയ്യാൻ പേടിയാ, ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ചിലപ്പോഴൊക്കെ നമ്മൾ തെറ്റ് ചെയ്തു പോകും. അപ്പൊ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. പക്ഷെ അന്നേരം അതിൽ നിന്ന് മാനസാന്തരപ്പെട്ട് പിന്തിരിയണം. അല്ലാതെ നമ്മൾ വീണ്ടും കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം ദൈവം നമ്മളെ ദൈവത്തിന്റെ ശ്രദ്ധയിൽ നിന്ന് വേർപെടുത്തും. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കാവലിൽ നിന്നും നോട്ടത്തിൽ നിന്നും കരുതലിൽ നിന്നൊക്കെ ദൈവം നമ്മളെ വേർപെടുത്തിയിരിക്കും. അങ്ങനെയൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ദൈവം നമ്മുടെ കൂടെ നടക്കുന്നതും ദൈവം നമ്മളെ കാണുന്നതും ഒക്കെ നമ്മൾ ദൈവം മുമ്പാകെ ജീവിക്കും എന്നുള്ള ദൈവത്തിന്റെ വിശ്വാസം കൊണ്ടാണ്. അത് തന്നെയല്ലേ 16-ാം സങ്കീർത്തനത്തിനകത്ത് ദാവീദ് പറയുന്നേ, അല്ലെ? ദാവീദ് പറയുന്നത്, ഞാൻ എപ്പോഴും യഹോവയെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അല്ലെ? എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, ഞാൻ അവനെ ദൈവത്തെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. എന്റെ ഇൻട്രസ്റ്റ് ആണത്. ദൈവത്തെ കണ്ടിട്ട് ദൈവത്തിന്റെ മുൻപാകെ അല്ലാതെ ഞാൻ ജീവിക്കില്ല. ഞാൻ എന്ത് ചെയ്താലും അതിന് ദൈവത്തിന്റെ അപ്രൂവൽ വേണം. എന്റെ പ്രയോറിറ്റി എപ്പോഴും ദൈവമാണ് എന്നുള്ള ആ ഒരു സത്യതയാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്, സോറി. ഓക്കെ, അവിടെയാണ് അവിടെ ഇരിക്കുന്നത്. ഈ നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ തലം, ഇതൊക്കെ അങ്ങനെ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം തന്നെ സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് വാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലം കൈ എന്നെ പിടിക്കും. വലം കൈ എന്നെ പിടിക്കുന്ന പറഞ്ഞാൽ എന്നെ കരുതും എന്നതിന്റെ അർത്ഥം. ഈ പറയുന്നതിന്റെ പിന്നിൽ ആകാശത്തിൽ ചെന്ന് അവിടെ എഴുതിയിടേക്ക് പോകും, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ, സ്വർഗം എന്നുള്ളതിന് എവിടെയാണെങ്കിലും ഞാൻ ഇപ്പൊ നമ്മളിപ്പം പാതാളത്തിൽ ചെന്നാലെന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്നാലെന്നൊക്കെ പറഞ്ഞാൽ, അതിനിപ്പോ ഒരു മനുഷ്യന് സമുദ്രത്തിന്റെ അറ്റത്ത് വരെ പോവുക എന്നൊക്കെ പറയുന്ന അല്ലെ, അങ്ങനെ ഒരു സ്ഥലമില്ല. എങ്കിൽ പോലും അത്ര ദൂരെ പോകുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം. ഇപ്പൊ നമ്മൾ അഥവാ ബൈ ചാൻസ് അവിടെ പോകാൻ പറ്റിയാൽ, അങ്ങനെ ഒരു സംഭവം ഇല്ല, അങ്ങനെ പോകാൻ പറ്റിയാൽ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്കുള്ളവരിൽ നിന്നും, നമ്മുടെ റിലേറ്റീവ്സിൽ നിന്നും, നമ്മുടെ അപ്പന്റെ അമ്മയിൽ നിന്നും, ഫിസിക്കലായിട്ട് അവരിൽ നിന്നും ഒരുപക്ഷെ നമുക്ക് അവരുടെ കണ്ണിൽ നിന്ന് ദൂരെ പോകാൻ പറ്റുമായിരിക്കും. പക്ഷേ ദൈവമേ, നിന്റെ കണ്ണിന് മുമ്പിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടോ ഞാൻ പോകുന്നിടത്ത് നിനക്ക് വരാതിരിക്കാൻ പറ്റുന്നത്? ഈ ഒരു അറിവ് ദൈവമക്കൾക്കുണ്ടായിരിക്കണം. ഓക്കെ, അറിവിന്റെ കാര്യത്തെ കുറിച്ച് നമ്മൾ ദൈവത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ച്, ആ ജ്ഞാനം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ജ്ഞാനമുണ്ട്. നമ്മളെക്കുറിച്ചുള്ള അറിവുണ്ട്, പിന്നെ അതുപോലെ സയൻസ്, അങ്ങനെയുള്ള ശാസ്ത്രങ്ങൾ, ഇതെല്ലാം സൃഷ്ടിച്ച ദൈവത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ചുണ്ട്. അതെല്ലാം കുറച്ചായിട്ട് നമുക്ക് ഈ ബൈബിൾ സ്റ്റഡിയിലൂടെ പഠിച്ചു. എല്ലാം അല്ല, കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ആ ദൈവത്തിന്റെ മഹത്വത്തെ നമുക്ക് മനസ്സിലാക്കി നമുക്ക് എപ്പോഴും അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബൈബിൾ സ്റ്റഡിയുടെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മളിവിടെ പറഞ്ഞത്, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് നമുക്ക് ഒളിച്ചൊരിടത്തും പോകാൻ പറ്റത്തില്ല. ഇനി അടുത്ത ഒരു വാക്യം കൂടെ, ഒരു കാര്യം കൂടെ ഒന്ന് വായിക്കാനാക്കിയ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, അതായത് നമ്മൾ ദൈവവുമായിട്ടുള്ള റിലേഷനിൽ ഒരു വ്യക്തിപരമായിട്ട് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള അറിവ്,
ഓക്കെ, അതിനെക്കുറിച്ച് ഒരു വാക്യം കൂടെ, ഒരു പക്ഷേ അതിന് മാത്രമേ ഇന്ന് സമയം കാണത്തുള്ളൂ. ആ വാക്യം വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം, ഐ ആം സോറി, യോഹന്നാന്റെ സുവിശേഷം അല്ല, അത് ഞാൻ വേറൊരു നോട്ട് എഴുതിയതാണ്. ജെറമിയാന്റെ പുസ്തകം, ബുക്ക് ഓഫ് ജെറമിയ, അതിന്റെ 29:11. ജെറമിയ 29:11. ബുക്ക് ഓഫ് ജെറമിയ 29:11. ഓക്കെ, എല്ലാവർക്കും വചനം എടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സ്മോട്ട് സ്ക്രീനിലും നിങ്ങളുടെ സ്ക്രീനിലും ഇത് വരുന്നുണ്ട്. എന്നാലും വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മൊബൈലിലൊക്കെ നോക്കുന്നെങ്കിൽ ഒരു പക്ഷേ വചനം വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വചനം എടുത്ത് വെക്കണം. ഓക്കെ, എനിക്ക് എത്രയും ഫോണ്ട് വലുതാക്കാൻ പറ്റുമോ അത്രയും ഫോണ്ട് വലുതാക്കിയിട്ടുണ്ട്. ഓക്കെ, ഏതായാലും നിങ്ങൾ ശ്രദ്ധിക്കാതെ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. ഞാൻ ദൈവത്തിന് അറിവിനെ കുറിച്ചാണ്, അതായത് വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലുള്ള അറിവിനെ കുറിച്ച് എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഓക്കെ, നമുക്ക് ഈ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ചിലപ്പോൾ നമ്മൾ ചോദിക്കത്തില്ലേ, നമ്മളിങ്ങനെ കഷ്ടതയിൽ കൂടെ പോകുമ്പോഴൊക്കെ ദൈവത്തിന് വല്ല അറിവുണ്ടോ നമ്മളെ കുറിച്ച്, അല്ലെ? അതിനെക്കുറിച്ചാണ് നമ്മൾ സംശയിക്കേണ്ട. അവിടെ പറയുന്നത് എന്നറിയാമോ? നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭാവി, അവിടെ തൊട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭാവി. അപ്പൊ ഇവിടെ ഒരു ചോദ്യം വരുന്നത്, നമ്മൾ ഏത് ശുഭഭാവിയാണ് പ്രത്യാശിക്കുന്നത്? ദൈവത്തെക്കുറിച്ചും ദൈവിക പദ്ധതിയെക്കുറിച്ചും അറിയാത്തവരും നല്ല ആത്മീയ രീതിയിൽ അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പാടില്ലാതെ ഒരുപക്ഷെ അനുഗ്രഹങ്ങൾ മാത്രം കണ്ടുകൊണ്ട് ദൈവത്തോട് പോയതും പിന്നെ കൂടുതലായിട്ട് ദൈവത്തെ മനസ്സിലാക്കാനും ഒന്നും ശ്രമിക്കാത്തവരും ഒക്കെ ഒരുപക്ഷെ ഈ അവർ പ്രത്യാശിക്കുന്ന ശുഭഭാവി ഒരുപക്ഷെ ഈ ലോകത്തിലുള്ള വലിയ ഉയർന്ന പദവികളും പൈസയും ധനവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ശുഭഭാവി തരാനല്ല ദൈവം ഇവിടെ വന്നിരിക്കുന്നത്. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ പറയാം. കാരണം നമ്മൾ ഈ ലോകത്തിലുള്ള മനുഷ്യരെ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ കാര്യമാണെങ്കിൽ ഇന്ത്യയിലുള്ള മനുഷ്യരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, എത്രയോ നമ്മളെക്കാട്ടിൽ ലക്ഷൂറിയസായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരല്ലേ നമ്മളെക്കാട്ടിലൊക്കെ വലിയ ആ രീതിയിലുള്ള ഭാഗ്യവാന്മാര്. അതാണോ ദൈവം ഉദ്ദേശിക്കുന്നത്? അല്ല, അല്ല, ഒരിക്കലും അല്ല. എന്നാൽ വേറൊരു പ്രത്യാശ ദൈവമക്കൾക്കുണ്ട്, ശരിയായി ദൈവത്തെ അറിഞ്ഞവർക്കുണ്ട്. കാരണം അവർക്കൊരു കാര്യം അറിയാം, ഞാൻ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ എന്നെക്കുറിച്ച് എൻ്റെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നതോ അതൊന്നുമല്ല എനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ഭാവിയിൽ ഏറ്റവും നല്ലതായിട്ട് വരുന്ന, ഉയർച്ചയായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായി എൻ്റെ ഭാവിയിൽ നിൽക്കുന്നത് ഇതൊന്നുമല്ല. എനിക്ക് അത്രയും ചിന്തിക്കാൻ പറ്റത്തില്ല, എനിക്ക് അത്രയും ആഗ്രഹിക്കാൻ പറ്റത്തില്ല, എൻ്റെ മാതാപിതാക്കൾക്കും ആഗ്രഹിക്കാൻ പറ്റത്തില്ല, ലോകത്തിനും ആഗ്രഹിക്കാൻ പറ്റും. ഞാൻ ഏതെല്ലാം ലോകത്തിലുള്ള പരീക്ഷകൾ പാസ്സായെന്ന് പറഞ്ഞാലും അത് എന്നെ എത്തിക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട്. ഓക്കെ, എന്നാൽ ദൈവം എന്നെ കുറിച്ചൊരു ആഗ്രഹം, ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്നെ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് കണ്ടപ്പോഴും അന്നേരം തൊട്ട് തന്നെ ദൈവം എന്നെ എന്താക്കണമെന്നും നിത്യജീവനിലേക്ക് എന്താക്കണമെന്നും അതുപോലെ തന്നെ ഭൂമിയിൽ നമ്മളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്തായിരിക്കണം എന്നൊക്കെ ദൈവം ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതാണ് ആകേണ്ടത്. മനസ്സിലായോ? കാരണം പൗലോസ് അപ്പോസ്തലന് അറിയാം തനിക്ക് കിട്ടാവുന്നതിലുള്ള ഏറ്റവും വലിയ പദവി ഈ ലോകത്ത് പരീശനായിട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ഗുരുവായിട്ട് ജീവിക്കുന്നു ഒന്നുമല്ല. മറിച്ച് ദൈവം എന്നെക്കുറിച്ച് ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്, എനിക്ക് അതിലാണ് എത്തേണ്ടത്. അതുകൊണ്ടാണ് ഫിലിപ്പ് ലേഖനത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, പ്രൈസലോട് എന്ന് പറയുന്നത്, എന്നെ ആ പരമവിളിയുടെ വിരുദ്ധനായിട്ട് ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. ഫിലിപ്പ് ലേഖനത്തിൽ പറയുന്നതല്ലേ? ആ പരമവിളി എന്ന് പറയുന്നത് ഇതിനപ്പുറത്തൊരു വിളിയില്ല, അതിനപ്പുറത്തൊരു എന്താ പറയുക, ഒരു നല്ല ഫ്യൂച്ചർ നമുക്കില്ല. അതിനായിട്ടാണ് ദൈവം നമ്മൾ വെച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ കുറിച്ച് വിളിച്ചിരിക്കുന്ന ആ വിളി, അല്ലെങ്കിൽ ആ ഉദ്ദേശം, ആ ലക്ഷ്യം, അതിനപ്പുറത്ത് ഒരു വിളിയുണ്ടോ? അപ്പം പൗലോസ് പറയുന്നത്, എനിക്ക് അതിനിൽ താണ ഒരു പൊസിഷൻ അല്ല എത്തണ്ടേ. ചിലപ്പോൾ നമ്മൾ ഒരു പൊസിഷൻ കിട്ടിയില്ലെങ്കിൽ അടുത്തൊരു പൊസിഷൻ വേറെ ഏതെങ്കിലും ഒന്നും കിട്ടിയാലും മതിയും പറഞ്ഞ് നമ്മൾ തൃപ്തിപ്പെടുന്നവരാ. പക്ഷെ ദൈവമക്കൾ അങ്ങനെ ആകരുത്. എന്ത് ദൈവം എന്നെക്കുറിച്ച് പ്രൈമായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് അവിടെ എത്തണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. അതാണ് നമ്മളെക്കുറിച്ചുള്ള ശുഭഭാവി.
ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി ദൈവത്തിൽ നിങ്ങൾ, അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന വിശ്വാസവും ആ പ്രത്യാശയും, ദൈവത്തിനൊരു പ്രത്യാശ ഉണ്ടല്ലോ നിങ്ങളെ, ഒരാഗ്രഹം ഉണ്ടല്ലോ നിങ്ങളെയൊക്കെ എന്ത് ഏൽപ്പിക്കണം എന്നൊക്കെ, അതനുസരിച്ചാണ് നിങ്ങൾക്ക് ഇവിടെ സർക്കംസ്റ്റാൻസ് തന്നിരിക്കുക. നിങ്ങളുടെ സ്വഭാവത്തെ തന്നെ, നിങ്ങളുടെ പ്രത്യേകം നിങ്ങൾക്ക് അറിയാം. ദൈവത്തിനറിയാം ഈ വ്യക്തിയെ നമുക്ക് വരുന്ന കാലങ്ങളിൽ എവിടെ ഉപയോഗിക്കണം. ആ ശുഭഭാവി വരുവാൻ തക്കവണ്ണം, അതാണ് ദൈവം നിങ്ങളെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് വരുവാൻ തക്കവണ്ണം ഞാൻ ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ, ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന ഈ നിരൂപണങ്ങൾ എന്ന് പറയുമ്പോൾ, ആ ശുഭഭാവിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് നിങ്ങളെ ട്രെയിൻ ചെയ്യേണ്ടത്, ഏതൊക്കെ അനുഭവങ്ങൾ കൂടിയാണ് നിങ്ങളെ കൊണ്ടുപോകേണ്ടത്, എന്തൊക്കെ പ്രയാസങ്ങളെ, കഷ്ടങ്ങളെ, പരീക്ഷകളെ, ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. അത് പരീക്ഷകൾ മാത്രമൊന്നുമല്ല കേട്ടോ. അതിനിടയിൽ നിങ്ങൾക്ക് ഉയർച്ചയും ഒക്കെ ഉണ്ടാകും, സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാകും. അല്ലാതെ എപ്പോഴും ചിന്തിക്കരുത് പരീക്ഷകൾ മാത്രമേ ഉള്ളൂ എന്ന്. അതായത് ആ ലക്ഷ്യത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഏതെല്ലാം രീതിയിലാണ് ഈ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ കൊണ്ടുപോകേണ്ടതെന്നുള്ളതിന് ഏറ്റവും ജ്ഞാനിയായിട്ടുള്ള ദൈവത്തിന് അറിയാം. അപ്പൊ അത് ദൈവം ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനനുസരിച്ചാണ് എന്റെ കൃപ നിനക്ക് മതി, ആ കൃപ നിന്നിലേക്ക് തന്നിട്ടുണ്ട്, ആ കൃപയാണ് നിന്നെ മുന്നിലോട്ട് കൊണ്ടുപോകും. അതനുസരിച്ചാണ് നിന്നിൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കുന്നത്. കാരണം ദൈവത്തിന് അറിയാവുന്ന പോലെ നിന്നെ കുറിച്ചുള്ള പദ്ധതികളൊക്കെ പരിശുദ്ധാത്മാവിനും അറിയാം. മനസ്സിലായല്ലോ? അപ്പൊ ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോ വഴിയിലൂടെ, സകല സത്യത്തിൽ നിങ്ങൾ പോകേണ്ടുന്ന വഴിയിലൂടെ ഒക്കെ നിങ്ങളെ നടത്തി നിങ്ങളെ ആ ലക്ഷ്യത്തിൽ എത്തിക്കാൻ ദൈവത്തിന് കഴിയും. ഇപ്പൊ തന്നെ നമുക്കൊരു ഒരു ചെറിയ സംശയം ചോദിക്കുമ്പം, നിങ്ങൾക്കുള്ള ജീവിതമോ അല്ലെങ്കിൽ കഷ്ടപ്പാടുകളോ പ്രയാസങ്ങളോ നിങ്ങൾ പോകുന്ന ആ ഒരു വഴിയിലൂടെ ഒന്നും ആയിരിക്കത്തില്ല നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരു സഹോദരൻ പോകുന്നത്, അല്ലെങ്കിൽ വേറൊരാൾ പോകുന്നത്. അതെന്താ കാരണം? നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശമല്ല ആ അദ്ദേഹത്തെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം. അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതനുസരിച്ചുള്ള കഷ്ടതകളും അതിനനുസരിച്ചുള്ള സർക്കംസ്റ്റാൻസസും ഒക്കെയാണ് ദൈവം നമുക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യുക. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരേ തരത്തിലുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടാകാത്തത്. ചിലപ്പോൾ നമ്മൾ ചോദിക്കത്തില്ല, ദൈവം എന്നോട് എന്താ ഇങ്ങനെ ചെയ്യുന്നത്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? അതിൻ്റെ ഉത്തരവാണിത്. കാരണം ദൈവത്തിന് നമ്മളെക്കുറിച്ച്, ഓരോ വ്യക്തികളെ കുറിച്ചും ഓരോ ഉദ്ദേശമാണ്. ആ ഉദ്ദേശത്തിലേക്ക് എങ്ങനെയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നതിന് ഡിസൈൻ ചെയ്യുന്നത്. അതാണ് ഞാൻ നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന്, അതെന്തൊക്കെയാണെന്ന് എനിക്ക് നല്ല ഐഡിയ ഉണ്ടെന്നാ പറയുന്നത്. എനിക്ക് നല്ല ഐഡിയ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്നെ അങ്ങ് ട്രസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, എന്നിട്ട് അത് ഞാൻ അറിയുന്നു, ഞാനല്ലാതെ മറ്റാരും അറിയുന്നില്ല. ദൂതന്മാരും അറിയുന്നില്ല, മറ്റാരോടും പറഞ്ഞിട്ടില്ല. എന്തിന്? ഞാൻ നിങ്ങളോട് പോലും പറഞ്ഞിട്ടില്ല, നിങ്ങളും അറിയേണ്ട കാര്യമില്ല. കാരണം എന്താ, ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എന്നെ കുറിച്ചുള്ള കാര്യം ഞാനല്ലേ അറിയണ്ടേ, ഞാൻ ആദ്യം അറിയണ്ടേ. ദൈവം പറയുന്നത് വേണ്ട, അതിന്റെ ആവശ്യമില്ല, നീ എന്നെ ട്രസ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പൊ ചോദിക്കുക, എന്താ എന്നെ അറിയിക്കാത്തെ? അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ ഉത്തരം. എന്തായാലും ഞാൻ പറയാം. നിങ്ങൾ അറിഞ്ഞാൽ ദൈവം വെച്ചിരിക്കുന്ന ആ സർക്കംസ്റ്റാൻസിലൂടെ നിങ്ങൾ പോകാൻ താല്പര്യപ്പെടത്തില്ല. അതിന് നല്ല ഉദാഹരണം നമുക്ക് നമ്മുടെ കയ്യിലെ യോസഫിന്റെ ജീവിതത്തിന്റെ കാര്യം. യോസഫിനോട് ദൈവം വാഗ്ദത്തം കൊടുത്തു, അല്ലേ? തൻ്റെ ഒരു സ്വപ്നത്തിലൂടെ ഒരു ദർശനം, ഒരു ആലോചന ദൈവം കൊടുത്തു. എന്താ അതിന്റെ 7 കറ്റ, ഒരു 11 കറ്റകൾ, അല്ലേ? വയലിൽ 11 കറ്റകള് യോസഫിന്റെ കറ്റയെ നമസ്കരിക്കുന്നതായിട്ട് കണ്ടു, അല്ലേ? എന്നപ്പോ അവർക്ക് മനസ്സിലായ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണെന്ന്. അപ്പം സഹോദരന്മാർ ചോദിച്ചു, ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞങ്ങളെല്ലാം നിന്നെ വണങ്ങുമെന്നാണോ അതിന്റെ അർത്ഥം? അത് കഴിഞ്ഞ് യോസഫ് വേറൊരു സ്വപ്നം കൂടെ അതേ തന്നെ അതിനുള്ള കണ്ടു. എന്താ? 11 11 2 13, അതായത് അവരുടെ അപ്പനും അമ്മയും കൂടെ നമസ്കരിക്കുന്നൊക്കെ കേട്ടപ്പോൾ അത് അവർക്ക്, സഹോദരങ്ങൾക്ക് അത് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. പിന്നെ അവരെന്നിട്ട് പിന്നെ യോസഫിനെ ഇവിടെ അസൂയ തോന്നി, ദേഷ്യം തോന്നി, പിന്നെ യോസഫിനെ കൊല്ലാൻ ശ്രമിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അല്ലേ? അപ്പൊ യോസഫിനോട് ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിന്നെ ദൈവം തെരഞ്ഞെടുത്ത ഒരു നല്ല ഭാവിയിലേക്കാണ് ആ പ്രോമിസ് ദൈവം കൊടുത്തിട്ടുണ്ട്. ആ പ്രോമിസിന് വേണ്ടിയിട്ട് യോസഫിന് എപ്പോഴും പ്രതീക്ഷിക്കാം, ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഇത് നിങ്ങൾക്കും കൂടി ഒരു നല്ല മെസ്സേജാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ നിങ്ങളോട് ദൈവം ഒരു വാക്യം സംസാരിച്ചിട്ടുണ്ട്, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമെന്നോ, നിങ്ങളെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമെന്നോ ദൈവം പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അതൊരു പക്ഷേ ഒരു പ്രവാചകനിൽ കൂടെ ആയിരിക്കാം കേട്ടിരിക്കുന്നത്.
ആ പ്രവാചകൻ ശരിയായ പ്രവാചകനാണോ അല്ലയോ എന്നൊന്നും നമുക്കൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായിരുന്നാലും നമ്മളോടൊരു പ്രവാചകൻ ഒരു ആലോചന പറയുമ്പോൾ അത് ദൈവത്തിൽ നിന്നുള്ള പ്രവചനമായിട്ട് തന്നെ ഏറ്റെടുത്തിട്ട് ആ വിഷയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് ദൈവം പറഞ്ഞാണെങ്കിൽ നിശ്ചയമായിട്ടും അത് നമുക്ക് നടക്കും. നമുക്കത് ആഗ്രഹിക്കാം. നമുക്ക് അതിനാ പ്രാർത്ഥിക്കാൻ നമുക്ക് ധൈര്യമുണ്ട്. കാരണം ദാവീദ് ഇപ്രകാരം പറയുന്നുണ്ട്, ദാവീദിന് ദൈവം ഒരു വീട് വെച്ചു. ദൈവം ദാവീദിനെ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന ആ ഭാഗം തിരശ്ശീലയ്ക്കകത്തിരിക്കുന്നതാണെന്ന് കണ്ടപ്പോൾ ദുഃഖം തോന്നിയിട്ട് ദാവീദ് പറഞ്ഞു, അയ്യോ, ഞാൻ ഇത്ര വലിയ ദേവദാരു കൊണ്ടുണ്ടാക്കിയ കെട്ടിടത്തിനകത്ത് വലിയ കൊട്ടാരത്തിനകത്ത് താമസിക്കുമ്പോൾ ദൈവത്തിന്റെ പെട്ടകം ഒരു തിരശ്ശീലയ്ക്കകത്തിരിക്കുന്നല്ലോ എന്നുള്ളൊരു ദുഃഖം വന്നപ്പോ എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്നാ ദൈവത്തിന് വേണ്ടിയിട്ട് വലിയൊരു മന്ദിരം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു. അല്ലെ, അപ്പൊ ദൈവം പറഞ്ഞു, വേണ്ട, നീ പണിയണ്ട, നീ അത് എനിക്ക് വേണ്ടി പണിയണ്ട, പക്ഷെ നിന്റെ ആഗ്രഹം നല്ല തന്നെ, നിന്റെ മനസ്സിൽ അങ്ങനെ തോന്നിയല്ലോ അല്ലെ, പക്ഷെ നിന്റെ മകനായ ശലോമോനെ കൊണ്ട് ഞാനത് ചെയ്യിപ്പിച്ചോളാം. പക്ഷെ നിന്റെ മനസ്സിൽ അങ്ങനെ തോന്നിയത് കൊണ്ട് ഓക്കെ, ഞാൻ ഇനിയും നിനക്കൊരു ഭവനം പണിഞ്ഞു തരും. കാരണം എന്നെക്കുറിച്ച് നീ കൺസേൺഡ് ആയതുകൊണ്ട് ഞാൻ നിനക്ക് ഇനിയും എന്നിട്ട് പറഞ്ഞത് മനുഷ്യർക്കൊരു ഉപദേശമല്ലോ എന്ന് കൂടി അവിടെ എഴുതിയിട്ടുണ്ട്. 2 ശമൂവേലിന്റെ പുസ്തകത്തിലാണിത് ഇത് കാണപ്പെടുന്നത്. എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ദൈവത്തെ നമ്മൾ മാനിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെക്കുറിച്ച് ഇരിക്കുന്ന നിരൂപണങ്ങളെ കുറിച്ച് നമുക്ക് അറിയാം. ഓക്കെ, അങ്ങനെയുള്ളപ്പോൾ യൂസഫിനെ കുറിച്ചും ദൈവത്തിന്റെ നിരൂപണങ്ങളുണ്ട്. അത് നന്മയ്ക്കാണെന്ന് യോസഫിന് അറിയാം. ഒരിക്കലും അത് ദോഷത്തിനാണെന്ന് യോസഫിന് യാതൊരു വിധമായിട്ടുള്ള സംശയമില്ല. അതുകൊണ്ട് യോസഫിന് ഒരു കംപ്ലൈൻസും ഇല്ല. യോസഫ് ഒരു രീതിയിലും അതിന് അഗൻസ്റ്റ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തെ അല്ലെങ്കിൽ ഇങ്ങനെ കുഴിയിലിട്ടത് എന്തിനാ, ഇത് എന്നോട് ഇങ്ങനെ പ്രോമിസ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തിനാ ചെയ്യുന്നതെന്നൊന്നും ചോദിക്കത്തില്ല. ഇത് നേരത്തെ പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നേ? നേരത്തെ പറഞ്ഞാൽ ഒരു പക്ഷേ യോസഫ് ആ കുഴിയിൽ വീഴാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? കാരണം നമ്മളൊക്കെ നല്ല പദവികളൊക്കെ ഇഷ്ടമാണെങ്കിലും അതിനുവേണ്ടി കഷ്ടതകൾ സെലക്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അറിയാതെ തന്നെ ഇത് തന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിലോട്ട് പോകത്തുള്ളൂ. പലപ്പോഴും ദൈവം ഇത് നേരത്തെ പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ എസ്കേപ്പ് ചെയ്താൽ വരുന്ന കുഴപ്പം എന്താ? ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ദൈവം ജ്ഞാനിയായിരിക്കുമ്പോൾ തന്നെ നല്ല ബുദ്ധിമാനുമാണ്. അപ്പം ദൈവം നമ്മളെ അറിയിക്കേണ്ടത് മാത്രമേ അറിയിക്കത്തുള്ളൂ. ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്ന, ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിഞ്ഞു, അത് മതി. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്ന ഓരോ പരീക്ഷണങ്ങളും നിങ്ങൾക്ക് അവിടെ അതിനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് സഹിക്കാവുന്നതിലേറെ പരീക്ഷ ഞാൻ നിങ്ങൾക്ക് തരത്തില്ല. അത് നിങ്ങൾ അങ്ങ് ട്രസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അതാണ് അവിടെ എഴുതിയിരിക്കുക. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. ഓക്കെ, അറിയുന്നു. അവ തിന്മയ്ക്കല്ല, പിന്നെയോ നന്മയ്ക്ക് അത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ചിലപ്പോൾ ഒരു ദോഷമായിരിക്കും, ചിലപ്പോൾ കുഴിയിൽ വീണെന്നിരിക്കാം, ചിലപ്പോൾ സഹോദരന്മാർ നിനക്കെതിരെ പെരുമാറുന്നിരിക്കും. ഇതൊക്കെ ദൈവത്താൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. നിന്നെ ആ രീതിയിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ഓരോ സംഭവങ്ങൾ വന്നെങ്കിൽ മാത്രമേ നമ്മൾ ആ വഴികളിൽ കൂടെ ഒക്കെ പോകത്തുള്ളൂ. അങ്ങനെ മാത്രമേ നിന്നിൽ ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ വ്യത്യാസങ്ങൾ സ്വഭാവത്തിലായാലും വിശുദ്ധിയിലായാലും ഒക്കെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിൽ കൂടെ നമ്മൾ പോകാൻ വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ നിരൂപണങ്ങളിൽ കൂടെ നമ്മൾ പോകുന്നത് തന്നെ ആയിരിക്കും നല്ലത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അറിയുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ അറിയുന്നത് കാരണം നമുക്ക് ട്രസ്റ്റ് ചെയ്യാം, നമുക്കതിനകത്ത് ട്രസ്റ്റ് ചെയ്യാം. അത് യൂസഫിന്റെ കാര്യത്തിലായിരുന്നാലും ദാവീദിന്റെ കാര്യത്തിലും എല്ലാം നമുക്കത് ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ആ ഭാഗം ഒന്നുകൂടെ വായിച്ചാൽ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ നമ്മളെക്കുറിച്ച്, നമ്മളിവിടെ പോയാൽ നമ്മുടെ വ്യക്തികളായിട്ടും അറിയും, നമ്മളെക്കുറിച്ചുള്ള പദ്ധതികളെല്ലാം ദൈവത്തിന് അറിയാം. ഓക്കെ, അറിയാം. അവ തിന്മയ്ക്കല്ല, നന്മയ്ക്ക് അത്രയുള്ള നിരൂപണങ്ങൾ. ആർക്ക്? നന്മയെ സംബന്ധിച്ചിടത്തോളം നന്മയ്ക്കാണ്. ചിലപ്പോൾ നമുക്ക് തിന്മയ്ക്കെന്ന് തോന്നിയെന്ന് വരാം. ചിലപ്പോൾ കുഴിയിലൊക്കെ വീഴുന്നതിനകത്ത് എന്താണ് നന്മയെന്ന് നമുക്ക് തോന്നിയെന്ന് വരാം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനകത്ത് എന്താണ് നന്മ? നമുക്കൊരു പക്ഷേ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശമൊന്നും നമുക്ക് മനസ്സിലായി കാണത്തില്ല. പക്ഷെ അതൊന്നും തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്കല്ല
ദോഷമായിട്ടുള്ള കാര്യങ്ങൾക്കല്ല, നന്മയ്ക്കകത്തുനിന്ന്. കാരണം നിങ്ങൾ പ്രത്യേകിച്ചും ദാവീദിനെ പോലെ തന്നെ, നമ്മളെല്ലാവരും ദാവീദിനെ പോലെ തന്നെ, അല്ലെങ്കിൽ മറ്റുള്ള ദൈവത്തിന്റെ ദാസന്മാരെയും മക്കളെയും ഒക്കെ ദൈവം വചനത്തിൽ പറഞ്ഞ വചനത്തിനകത്തൂടെ നമ്മൾ വായിക്കുന്ന ഓരോരോ ബൈബിളിക്കൽ കഥാപാത്രങ്ങളോടും ദൈവം ചെയ്തൊക്കെ അത് ദൈവിക പദ്ധതിയിലുള്ളവരായതുകൊണ്ടാണ്. അതുപോലെ തന്നെയുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് ദൈവിക പദ്ധതിയിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ ദൈവത്തിന് എല്ലാ കാര്യങ്ങളും നല്ല അറിവുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ സർവ്വജ്ഞാനത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി മുന്നോട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ ദൈവത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലാകാം. ഇന്നത്തെ ക്ലാസ് നമ്മളിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കും. ചെറിയ ചെറിയ ക്യാപ്സ്യൂൾസ് ആണല്ലോ, അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ ഈ ബൈബിൾ സ്റ്റഡി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. തുടർന്നും ഈ ക്ലാസ് കുറച്ചുകൂടെ, അതായത് ദൈവത്തിന്റെ സർവ്വജ്ഞാനത്തെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിലാകാം. ദൈവം നിങ്ങളെല്ലാവരെയും ഇന്നത്തെ തിരുവനന്തപുരത്ത് അനുഗ്രഹിക്കട്ടെ.